നിങ്ങൾ മാധ്യമങ്ങളെ നോക്കണം. അവർ രാവിലെ കോൺഗ്രസിനെ അനുകൂലിക്കും, അവർ ഉച്ചയ്ക്ക് BJP അനുകൂലിക്കും, രാത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിക്കും, പിറ്റേ ദിവസം ഇത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണത്? അവരുടെ നിഷ്പക്ഷ സ്വതന്ത്ര ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്. അഖിൽമാരാർ കഴിഞ്ഞ 8 വർഷമായിട്ട് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. ഈ രാജ്യത്തെ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ മാത്രമാണ്. ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരനായിട്ട് ഈ രാജ്യത്ത് തുടരുന്ന ഒരാൾക്ക് ഈ രാജ്യത്ത് അയാൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാം, എതിർക്കാം, ഇതെല്ലാം ചെയ്യാം. ഞാനത് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനൊരു പ്രതിപക്ഷ നിരയുടെ സ്വരമായി കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കിയെടുത്തത് കോൺഗ്രസ്സുകാരാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു പ്രതിപക്ഷ നിരയുടെ സ്വരമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സംസാരിച്ച പല കാര്യങ്ങളും കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു. ഒരു സമയത്ത് എനിക്ക് VD സതീശൻ്റെ ഒരു രീതികളോട് താല്പര്യമില്ലാതെ വന്ന സമയത്ത് ഞാൻ അന്ന് പറയുകയും ചെയ്തു, ഞാൻ ഇനി പല വിഷയങ്ങളും ഞാൻ നിശബ്ദത പാലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഉയർത്തുന്ന ശബ്ദം കൂടി ഗുണപ്പെടുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്കാണ്. അപ്പം പ്രതിപക്ഷ നേതാവ് പല വിഷയങ്ങളിലും ശബ്ദിക്കുന്നില്ല. ഇപ്പോഴല്ല കേട്ടോ, ഞാൻ ഒരു വർഷം മുൻപുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പം പിന്നീട് അദ്ദേഹവുമായിട്ട് നമുക്ക് അടുപ്പമായി കഴിഞ്ഞതിന് ശേഷവും പിന്നീട് VD സതീശനിൽ വന്ന മാറ്റവും ഒക്കെ ആയിരുന്നു എനിക്ക് VD സതീശനോട് തോന്നിയൊരു താല്പര്യം. പ്രത്യേകിച്ച് ഒരു വിമർശനം നമ്മൾ ഉന്നയിച്ചപ്പോൾ ആ വിമർശനത്തെ കേൾക്കാനും ആ വിമർശനം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാനും അതിലൊരു തിരുത്തൽ വരാനും പുള്ളി ശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ അദ്ദേഹവുമായിട്ടൊരു അടുപ്പം എന്നിലുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ അഖിൽമാരാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പല വിഷയങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു, പല വിഷയങ്ങൾ BJPക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ സ്വീകരിച്ചു, അവർക്ക് ഇഷ്ടപ്പെടാത്ത വിഷയങ്ങളിൽ അവർ എതിർത്തു. ഭൂരിഭാഗം പേരും എന്നെ ഈ സമയങ്ങളിലൊക്കെ സംഘി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നെ കൊങ്ങി നിന്നും ആരും വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരോട് പലരും വിളിച്ചു പറഞ്ഞു, അവൻ സംഘിയാണ്, അവനെ അവിടെ അടുപ്പിക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ താങ്കൾ പറഞ്ഞില്ല അണികൾക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ള. ഞാൻ പറയണ്ട, യാഥാർത്ഥ്യമാണല്ലോ നമ്മൾ. അതുകൊണ്ടാണോ പവർ വേണം, അല്ലെങ്കിൽ പവർ ഇല്ലെങ്കിൽ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണോ പവറിന് വേണ്ടിയിട്ട്? പവർ എന്ന് പറയുന്നത് ഒന്നും വേണ്ടാതെ ജനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ജനങ്ങളെ നമ്മളെ സ്വീകരിക്കണം. ഇപ്പം ജനം എങ്ങനെ ഒരാളെ ഒരു വിഷയത്തിൽ, ഇപ്പം നമ്മളൊരു നാട്ടിലൊരു പ്രശ്നം നടന്നു, അപ്പം പറയും കരയോഗം പ്രസിഡന്റ് വരട്ടെ, അല്ലെങ്കിൽ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ വരട്ടെ. അപ്പം അതിൽ ഇടപെടാനെന്ന് നമ്മളൊരു വ്യക്തിയല്ലല്ലോ അവിടെ വരുന്നത്. അവിടെ ഒരു പൊസിഷൻ വേണം. ഇപ്പൊ കരയോഗത്തിലൊരു പ്രശ്നം വന്നാൽ കരയോഗത്തിലെ ഒരു മെമ്പറാണ് ഞാൻ എന്ന് പറഞ്ഞൊരുത്തം വന്ന് ഞാനിതങ്ങ് പരിഹരിക്കാം, സുകുമാരൻ നായർ ഇതങ്ങോട്ട് കേട്ടാട്ടെ, ഞാൻ കരയോഗത്തിലൊരു മെമ്പറാണെന്ന് പറഞ്ഞ് സുകുമാരൻ നായരുടെ സംസാരിച്ച പുള്ളി ഇത് കേൾക്കത്തില്ലല്ലോ. അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾക്ക് ഒരു അഭിപ്രായം പറയണമെങ്കിലും ആ അഭിപ്രായം സ്വീകരിക്കപ്പെടണമെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരണമെങ്കിലും നമ്മൾക്ക് അവിടെ ഒരു പൊസിഷൻ വേണം. അപ്പൊ സ്ഥാനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞ ജനത്തിൻ്റെ ഇടയിൽ നിങ്ങളെൻ്റെ അഭിപ്രായം സ്വീകരിക്കാനെങ്കിലും എനിക്കൊരു സ്ഥാനം നൽകൂ എന്നുള്ളത് മാത്രമാണ്. അത് ആരും നൽകിയില്ല. പിന്നീട് അത് നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്, ആ യാത്രയിലാണ് സിനിമാ സംവിധായകനായതും തിരക്കഥാകൃത്തായി മാറിയതും ചാനൽ ചർച്ചകളിൽ ധാരാളം പങ്കെടുത്തുകൊണ്ടിരുന്നൊരു രാഷ്ട്രീയ നിരീക്ഷകനായി മാറിയതും പിന്നീട് ബിഗ് ബോസിലേക്ക് പോകുന്നതും എതിർത്ത ആൾക്കാരിൽ നിന്ന് തന്നെ സ്വീകാര്യത ലഭിച്ചുകൊണ്ട് വിജയിയായി പുറത്തിറങ്ങി വരാൻ കഴിഞ്ഞതും കിട്ടിയ സ്വീകാര്യത, കിട്ടിയ സ്ഥാനം ജനത്തിന് വേണ്ടി തന്നെ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിനുശേഷവും ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ജനത്തിന് വേണ്ടി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു.